ഹായ് അസ്സലാമു അലൈക്കും. ഞാൻ സിയാന നൗഷാദ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ചെമ്മീൻ പുലാവ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ചെമ്മീൻ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഗ്രേവി ഇവിടെ ഉണ്ടാക്കണേ. അതിന് വേണ്ടി ഞാൻ 1.5 തക്കാളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, ഒരു അത്യാവശ്യം മല്ലിയില. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് 1/4 പെരുംജീരകം, 1/4 മഞ്ഞൾപ്പൊടി, 3/4 കൊറിയാണ്ടർ പൗഡർ, 3/4 കാശ്മീരി ചില്ലി പൗഡർ. ഇതെല്ലാം കൂടി നമുക്ക് ഇനി ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ആദ്യം കാണിച്ച എല്ലാ ഇൻഗ്രീഡിയൻസും കൊണ്ടാണ് നമ്മൾ ചെമ്മീൻ പുലാവിൻ്റെ മസാല ഉണ്ടാക്കുന്നത്. അത് ഞാൻ മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ തിക്നെസ്സിൽ അരച്ചു വെച്ചിട്ടുണ്ട്. പ്രോൺസ് പുലാവിന് വേണ്ടി ഞാൻ ഇവിടെ ചേർക്കുന്ന മസാല: 1/2 തക്കോലം, 2 പട്ട, 10 കുരുമുളക്, 3 ഏലക്ക, 5 ഗ്രാമ്പു, 2 ചെറിയ ബിരിയാണി ഇല. നമ്മൾ ഒഴിച്ച എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആദ്യം കാണിച്ച മസാലയെല്ലാം ഇടണം. ഇനി ഇതിലോട്ട് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തു. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു സവാള ചേർക്കാം. ഇതുപോലെ ആവുമ്പോൾ നമ്മൾ ഇനി അടുത്തത് ആദ്യം അരച്ചു വെച്ച പേസ്റ്റ് ഇതിലോട്ട് മിക്സ് ചെയ്യാണ്. ഇനി അടുത്തത് ഈ മിക്സിയിലോട്ട് തൈര് ഇടാൻ പോകുന്നത്. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന 2 ടേബിൾ സ്പൂൺ തൈര്. ഇതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിലോട്ട് ചെമ്മീൻ ആഡ് ചെയ്യാൻ പോവാം. ഇത് നല്ലോണം മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാം. ഞാൻ ഈ കപ്പിൽ 1 കപ്പ് അരി ഇവിടെ എടുത്തേക്കണം. അതുകൊണ്ട് ഈ കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തത്. വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഒരു കഷ്ണം ഉണക്കനാരങ്ങ ചതച്ച് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തു. ഇനി അടുത്തത് ഇതാദ്യം ഞാൻ വറുത്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. അടുത്തത് ഇതിലോട്ട് ഞാൻ വറുത്ത് പൊടിച്ച 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്തു. ഇനി ഇതിലോട്ട് 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്തു. എന്നിട്ട് നല്ലോണം ഇളക്കിയ ശേഷം ഇത് അടച്ചു വെച്ച് അരി വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. ഇനി ഇത് അരി വെന്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ പ്രോൺസ് പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കാണുന്ന നാരങ്ങ എടുത്ത് മാറ്റണം.